ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. നിങ്ങൾ കണ്ടോളൂ. വല്ലാത്തൊരു സ്പൈസസിന്റെ സ്മെല്ല്. നല്ല ചൂടുണ്ട്. പോർക്കിന്റെ കാശ് ഉപ്പര് വാങ്ങിച്ചില്ല. ഉപ്പര് അഭിമാനിയാ. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ട ആൾക്കാരാണോ? ആ സിനിമ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ആ സിനിമ കാണുക. നല്ല പടമാണ്. അതിലൊരു മെസ്സേജ് തന്നെയുണ്ട്, നല്ലൊരു മെസ്സേജ് തന്നെ ഉണ്ട്. കാരണം ലാസ്റ്റ് ക്ലൈമാക്സോട് അടുക്കുമ്പോൾ ഈ ദിലീപിൻ്റെ വൈഫായിട്ടുള്ള പെൺകുട്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ കണ്ടന്റ് ഒന്നുമില്ല, റീച്ചായിട്ട് ഒരു ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് വേണം. അങ്ങനെ നിൽക്കുമ്പോൾ ദിലീപ് തൻ്റെ ആ ഒരു ലൈഫിൽ കാലാകാലങ്ങളായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് പോയിട്ട് കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. പാവപ്പെട്ട ഒരു ഹോട്ടലാണ്, മഞ്ജു പിള്ളയാണ് ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഇവിടെ കണ്ടന്റിന് വേണ്ടിയിട്ട് ദിലീപിൻ്റെ വൈഫ് ആ ഒരു കടയിൽ പോയിട്ട് അവിടെ വൃത്തിയില്ല, ഗ്ലാസ് വൃത്തിയില്ല, ഇല വൃത്തിയില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞും കൊണ്ട് ആ കടയങ്ങ് വലിച്ചു കയറിയും ഒട്ടിക്കും. അവിടെ വർഷങ്ങളായിട്ട് നിരന്തരം ആഹാരം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അവിടെ ഒട്ടും വൃത്തിയില്ല, വെറും കൂറക്കടയാണെന്നൊക്കെ ഉള്ള രീതിയിൽ വളരെയധികം മോശമായിട്ട് ആ കടയെ പറഞ്ഞങ്ങ് തൊലച്ചു കളയും. അതോടെ മഞ്ജുപ്പിള്ള കയറി തൂങ്ങും. അങ്ങനത്തെ സീനാണ്. പിന്നെ അതിനുശേഷം ദിലീപിന്റെ വൈഫ് റിയലൈസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ ആ സിനിമയിൽ ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ കൊച്ചു കടയായിരിക്കും, ചിലപ്പോൾ വലിയ കടയായിരിക്കും. ഓക്കെ, ആ കടയിൽ പോയിട്ട് നമുക്കൊരു ഫുഡ് കഴിച്ച് നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനും പല കടകളിലൊന്നും കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതൊക്കെ എണീറ്റ് പോയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ചില കൂറ കടകൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അടുത്തൊക്കെ ചിലപ്പോൾ ചില കൂറ കടകളിലൊന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ പുഴു, ആ ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് ഫീൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഫുഡിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാതെയൊക്കെ ഒരുപാട് പേര് കൊടുക്കുന്ന ചരിത്രമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ മോശമായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാതെ വൃത്തിയില്ലാതെയൊക്കെ കൊടുക്കുന്ന കടകളും പുഴു അടിച്ചതോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹൈജീനിക്കും ഇല്ലാതെ ഹോട്ടൽ നാട്ടുകാർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്ന കടകളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മൃണാൾ എന്ന് പറയുന്നവൻ ഇവൻ വെറും 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 വിടലയായി വരികയാണ്. ഇവനൊരു ഫുഡ് ബ്ലോഗർ എന്നാണ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നത്. സകലമാന കടകളിലും കയറിയിട്ട് ഇവൻ കുറ്റം പറയലാണ് ഇവന്റെ പരിപാടി. എന്നിട്ട് ഇവന്റെ കടയില്ല, കോണാത്തിലെ ഫുഡാണ് കൊടുക്കുന്നത്. അവിടെ മറ്റേ ടിഷ്യൂ പേപ്പറിനടക്കം പൈസ വാങ്ങുന്ന ടീമുമാണ്. ആ ഒരു സെറ്റപ്പാണ്. ടിഷ്യൂ പേപ്പറിന് വാങ്ങുമെന്ന് അറിയില്ല. ഓരോ കറിക്കും ഓരോന്നിനും ചായക്കും ഗ്ലാസ്സിനും അപ്പുറത്ത് നിന്നാനും ഇപ്പുറത്ത് നിന്നാനും വന്നിരുന്നവന്റെ നീ നോക്കിയതിനും ഓരോ പൈസ വാങ്ങുന്ന സെറ്റപ്പാണ് അവന്റെ അവസ്ഥ. കാറ്റ് കൊണ്ടതിനും എല്ലാത്തിനും പൈസ വാങ്ങുന്ന ഒരു വേവലന്തിലോട്ട് പോകുന്നവനാണ് ആര്? ഈ മൃണാൾ. അവൻ പോയിട്ട് കേരളത്തിലുള്ള സകലമാന ഹോട്ടലുകളിലും കയറിയിട്ട് നാട്ടുകാരെ തള്ളക്കി മഞ്ചോണ്ട് പോയി ഇപ്പം അങ്ങ് കൂർഗിൽ പോയിരിക്കുകയാണ്. അവിടെയും പോയി കോണത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? മൃണാൾ. നിനക്ക് മിക്കവാറും അടി കിട്ടും. എന്തായാലും കുത്തിന് പിടിച്ച് എറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇവൻ തന്നെ പറയുന്നത്. ആ സ്ഥിതിക്ക് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആദ്യം ഇവൻ പോയ ഹോട്ടൽ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റോൺ ഹിൽ 1959 എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് പോയിട്ടുള്ളത്. അത്രയും വർഷപ്പഴക്കമുള്ള ഹോട്ടലായിരിക്കാം. മേ ബി 4.7 റേറ്റിംഗ് ഉണ്ട്. ഗൂഗിൾ റിവ്യൂ ഒക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ആണ്. ഓക്കെ, 1-2 റിവ്യൂ ആയിരിക്കും. ദിസ് പ്ലേസ് ഈസ് ചാർമിംഗ്, സൂപ്പർ ക്യൂട്ട്, എസ്കേപ്പ്, അൺബിലീവബിൾ, പീസ്ഫുൾ ആൻഡ് ക്ലിയർ, ബിൽറ്റ് വിത്ത് പാഷൻ, ദ എസ്തറ്റിക് ആൻഡ് ആർ ബ്യൂട്ടിഫുൾ വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിനെയും ആ സ്ഥലത്തിനെയും ഒക്കെ പറഞ്ഞ അടിപൊളി റിവ്യൂ ആണ് കൊടുക്കുന്നത്. നല്ല ഫുഡെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. 4.7 റേറ്റിംഗ് ഉണ്ട്. ഏത് ഉണ്ടേ? പിന്നെ ആ ഹോട്ടൽ കാണുമ്പോൾ തന്നെ ഒരു എസ്തറ്റിക് ഫീൽ തന്നെയാണ്, അതും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കൂർഗിലാണ് സംഭവം. സ്റ്റോൺ ഹിൽ കഫേ 1959. Okay, Stone Hill Cafe 1959 in Madikeri, Coorg is highly praised for its cozy vintage ambience in a converted heritage house run by owner Shilpa Rai. Patrons rave about the authentic Coorgi cuisine, especially the pork curry. പന്നിയാണല്ലോ, പന്നി. As well as the fun, unique dining setup inside a converted local bus എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലോക്കൽ ബസ്സിലൊക്കെ ഇരുന്നതിന് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഡൈനിങ് ഒക്കെ. അങ്ങനെ വളരെയധികം ഒരു എസ്തറ്റിക് ഫീലിലുള്ള ഒരു ഹോട്ടലാണ് കൂർഗിലുള്ള ഈ പറയുന്ന സ്റ്റോൺ ഹിൽ കഫേ. എന്നാൽ ഈ വെടല ആര്? നമ്മുടെ മൃണാളാണ്. അവിടെയും പോയിട്ട് കോണാത്തിലെ പരിപാടി കാണിച്ചു. എടാ, നിന്റെ സ്വന്തം ഹോട്ടല്, അവിടെ നീ ആദ്യം നല്ലത് കാണിക്കാൻ നോക്ക്. അവിടെ ഒരൊറ്റ പട്ടി മനുഷ്യൻ കയറുന്നില്ലായിരുന്നു. ഒരു സമയത്ത് അവിടുത്തെ മൊത്തം അടിച്ചേറി കയറ്റി നിന്റെ ഹോട്ടലിൽ പുഴുവിന്റെ വീഡിയോ വന്നെന്നോണാ. അങ്ങനെ എന്തൊക്കെയോ കുറെ വിഷയങ്ങൾ വന്നു. ആദ്യം സ്വന്തം ഹോട്ടലിൽ നേരച്ചുള്ള ക്വാളിറ്റിയുള്ള ഫുഡും കൊടുത്ത് വരുന്നവർക്ക് മറ്റേ തിന്നിട്ട് തുപ്പിയ വേസ്റ്റിന് വരെ പൈസ വാങ്ങാണ്ട് ആ രീതിയിൽ ആദ്യം ട്രീറ്റ് ചെയ്യാൻ നോക്ക്. എന്നിട്ട് നീ അടുത്ത ഹോട്ടലിൽ പോയി കുറ്റം പറ.
ഞാൻ പല ഹോട്ടലുകളിലൊന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ റിവ്യൂ കണ്ടു പോയി കഴിച്ചിട്ടുണ്ട്. റിവ്യൂ കണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞ് കേട്ടും കൊണ്ട് പോയി കഴിച്ചാൽ മൂഞ്ചി അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞിട്ട് നമ്മളാരെയും വലുതായിട്ട് വലിച്ചീറാനൊന്നും പോകില്ല. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരു ഹോട്ടലിനെ വലിച്ചീറാൻ നിൽക്കത്തില്ല. അതിന്റെ റീസൺ അതൊക്കെ ഓരോരുത്തർ കുക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതാണ്. അല്ലാണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഈ പറയുന്നത് പോലെ വൃത്തി ഇല്ല, പുഴു അരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ പുഴു അരിച്ച ഫുഡ് ഇങ്ങനെയൊക്കെ വന്ന് ആ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പ്രതികരിക്കാം. അല്ലാതെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പ്രതികരിക്കുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം എൻ്റെ നാക്കിന് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഇഷ്ടപ്പെടണമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. അതുകൊണ്ട് ടേസ്റ്റിന്റെ കേസ് പറഞ്ഞ് നമുക്കൊരു ഹോട്ടലിനെ കുറ്റം പറഞ്ഞ് തള്ളാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരേപോലെ അല്ല. ചിലപ്പോൾ ചിലവർക്ക് എരിവ് കൂടുതൽ വേണം, ചിലവർക്ക് എരിവ് കുറച്ച് വേണം, ചിലവർക്ക് മധുരം വേണം, മധുരം വേണ്ട, അല്ലെങ്കിൽ പുളി വേണം, പുളി വേണ്ട. ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ നാക്കിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് നമുക്കവിടെ വൃത്തിയില്ല കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഓക്കെ അവരെ വലിച്ചു കീറി ഒട്ടിച്ച് പണ്ടാറടക്കി മറ്റേ ഫുഡ് സേഫ്റ്റിയെ വിളിച്ച് അറിയിച്ച് തുലയ്ക്കാം. മറിച്ച് ഈ പറയുന്ന പോലെ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ചുമ്മാ അവരെ ഒരുമാതിരി ടേസ്റ്റ് കൊള്ളില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് കണ്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നവർ ചിലപ്പോൾ പോകത്തില്ല. പക്ഷേ ഈ കഴിക്കാൻ വേണ്ടി പോകാനിരുന്നവർക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും അവിടെ പോയി കഴിച്ചാൽ. അതുകൊണ്ട് ടേസ്റ്റിന്റെ കേസിൽ ഞാൻ വലുതായിട്ടൊന്നും പറയാറില്ല. ഓരോ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അവരുടെ കുക്കിന്റെ ഒക്കെ കൈപുണ്യം പോലെയൊക്കെ ഇരിക്കും. അത് നമുക്ക് തീർത്തും വലിച്ചു റൊട്ടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ പോകാതിരുന്നാൽ മതി. അല്ലാണ്ട് വൃത്തിയില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. അപ്പം മൃണാവാണ് കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. എടാ നേരെ സംസാരം കേട്ട് കഴിഞ്ഞ ചുറ്റും നടന്ന് കണ്ട് ആസ്വദിച്ച് അവിടെ നിന്ന് വെട്ടി വിഴുങ്ങി ഞണ്ണിയിട്ട് അവിടെ കുറ്റം പറഞ്ഞ് ഇറങ്ങുന്ന നിന്നെപ്പോലെ ഒരുത്തൻ. പണ്ട് കടത്തിണ്ണയിലിടുന്ന ചില നാറുകൾ ഇതുപോലെ പറയും. അതായത് കല്യാണ ആലോചനയായിട്ട് ഒരു പയ്യന്റെ നേരെ ആരെങ്കിലും വരുമ്പോൾ, വേറെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കല്യാണ ആലോചനയായിട്ട് നാട്ടിൽ പയ്യനെ അന്വേഷിച്ച് വരുമ്പോൾ ഈ കടത്തിണ്ണയിലിരിക്കുന്ന ചെറ്റകൾ പറയുന്നുണ്ട്. തന്തയില്ലാത്ത വർത്താനം പറയും. അവൻ കഞ്ചാവ്, അയ്യോ അവൻ ഒരു മൊണ്ണ, അവൻ ഒന്നിനും കൊള്ളില്ല, അവൻ കഞ്ചാവ്, അവന് വാഴക കൂട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ഒരു പയ്യനെ തകർക്കുക. അത് എല്ലാ നാട്ടിലുണ്ട്. എൻ്റെ നാട്ടിലടക്കമുണ്ട്. എൻ്റെ നാട്ടിലടക്കം ഇത്തരം ചെറ്റകളുണ്ട്. എല്ലാ നാട്ടിലുണ്ട്. എല്ലാ നാട്ടിലും കഴിവേറികളുണ്ട്. അതുപോലെയാണ് ഇവനെ ഇപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വന്നിരുന്നിട്ട് ചുമ്മാ വാഴത്തോന്നി ഞാൻ കുറ്റം പറയും. നീ ഏറിക്കയറാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്താണെന്നൊന്നും എനിക്ക് പിടിയില്ല. എന്തായാലും നീ കൊണക്കി. സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. നിന്നെ പുറത്താക്കിയില്ലെങ്കിൽ അതിശയമുള്ളൂ. നിന്റെ ഈ കുന്തളിപ്പ് വർത്താനം നിന്റെ കയ്യിരിപ്പം കാണുമ്പോൾ തന്നെ നിന്നെ പിടിച്ചിടിച്ച് പുറത്താക്കാൻ തോന്നും. അത് സ്വാഭാവികമാണ്. നിന്നെപ്പോലത്തെ ഒരുത്തനൊന്നും വച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. നിന്നെ എങ്ങനെയാണ് ഇത്രയും അവരവിടെ കയറ്റി ഇരുത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അകത്ത് പോയി അവിടെ കിച്ചണിലടക്കം കയറി അവിടെ വൃത്തിക്കൊന്നും വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ടേസ്റ്റിൽ ഇവന് പിടിച്ചു കാണില്ല. അല്ലെങ്കിൽ ഇവന് പിടിച്ചാൽ ഈ നാളെ ഇങ്ങനെ പറയത്തുള്ളൂ. ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് കൊള്ളാവുന്നത് ഇവന്റെ ഹോട്ടൽ മാത്രമെന്നാണ്. ആ സെറ്റപ്പിലാണ് ഇവന്റെ വർത്തമാനം. കാട്ട് കഴിവാര് രണ്ടുപേരും പോർക്ക് കഴിക്കില്ല. ഇവിടെയാണ് ബീഫില്ലേനും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പോർക്കാണ് ആദ്യം വന്നത്. ഇത് എനിക്ക് മാത്രം സ്വന്തം. സ്പൈസസിന്റെ സ്മെല്ലാ. അപ്പൊ പിന്നെ പോർക്കിന്റെ സ്മെല്ല് വേണോ? എങ്കിൽ നീ പച്ചയ്ക്ക് ഒരു പന്നിയെ പിടിച്ച് തിന്നടാ, പന്നി. അല്ലാണ്ട് ഞാൻ പിന്നെ എന്നാ പറയാന് അവന് പോർക്കിന്റെ സ്മെല്ലില്ലെന്ന്. നീ പച്ചയ്ക്ക് ഒരു പന്നിയെ പിടിച്ച് തിന്ന്, അപ്പൊ പ്രശ്നം തീരും. അവന് പിന്നെ കുക്ക് ചെയ്തോണ്ട് വന്നതിന് നിനക്ക് പന്നിയുടെ സ്മെല്ല് വേണം. നീ എന്ത് കണയാടാ നീ കിണേ. പിന്നെ അടുപ്പത്തൊന്നും എടുത്തോണ്ട് വരുമ്പോൾ നിനക്ക് ചൂട് കാണൂലേ? അല്ലെങ്കിൽ നിനക്ക് ചൂടാക്കി തന്നാൽ ചൂട് കാണൂലേ? നീ എന്ത് തേങ്ങയുടെ പറയുന്നത്? ഇവന്റെ വിചാരം ഇവനാണ് ഒരു ലോകം കണ്ട ഫുഡ് റിവ്യൂ പറയുന്നത്. ഇവിടെ സത്യം പറയല്ലേ, ഈ വിടലേന്ന് ഒരുത്തരം പോലും മൈൻഡ് ചെയ്യില്ല. അയ്യോ അവന്റെ ഇരിപ്പ് മട്ട് ഭാവം കണ്ടു കഴിഞ്ഞാൽ ഇവൻ മറ്റേ കുക്കിംഗ് ഷെഫ് മാസ്റ്റർ കിങ്ങിന്റെ മറ്റേ ചില ഇടയ്ക്കിടയ്ക്ക് മറ്റേ കുക്ക് എഫ്എമ്മിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം വരുമ്പോൾ മറ്റേ ഷെഫിന്റെ ഒക്കെ കത്തി എടുത്തെറിഞ്ഞുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ അത് സംഭവം എന്നാണ് ഇവന്റെ വിചാരം. ഒരു മൊണ്ണയാണ് നീ, മൊണ്ണ സത്യം. ഓ ആട്ടി കിട്ടുന്ന പോലെ പോർക്ക് അധിക സ്ഥലത്തൊന്നും കിട്ടില്ല. ആ സ്ത്രീ ഇടയ്ക്ക് തരുന്നുണ്ട്, പ്ലേറ്റ് തരുന്നുണ്ട്, വെള്ളക്കുപ്പി തരുന്നുണ്ട്. ഇപ്പൊ വരും ഫുഡ്, ചിക്കനും ബാക്കിയുള്ള ഗീ റൈസ്, ആക്കി റൊട്ടി എല്ലാം ഇപ്പൊ വരുന്ന പറഞ്ഞിട്ടുണ്ട്. എന്താടാ എല്ലും നിനക്ക് പ്രശ്നമായോ? പോർക്കിൽ പിന്നെ എല്ല് കാണില്ലേ? ഓ എല്ലില്ലാതെ നിനക്ക് വേണോ? നീ ഞാൻ പറഞ്ഞ പോലെ പച്ചയ്ക്ക് പോലും ചവച്ചിന്, അതായിരിക്കും നല്ലത്. പുറത്തൊന്ന് കടിച്ചിന്.
നിനക്ക് പറഞ്ഞുകൂടായിരുന്നാടാ കുറച്ച് എരിവ് കൂട്ടി വെച്ചേരാ. നിനക്ക് മാത്രം വേണേൽ കിണ്ടിത്തരുമായിരുന്നു. നീ ഇത്ര പട്ടി ഷോ ഇറക്കുന്ന എന്തിന്? എടാ നിനക്കല്ലേ പറയാമല്ലോ. പിന്നെ എല്ലാവരും നിന്നെ പോലെ ഉണ്ടാവുകയാണെങ്കിൽ എരിവാരി തിന്നുന്നവരായിരിക്കത്തില്ല അവിടെ വരുന്നവർ. നിനക്ക് പറ്റുന്നില്ലേ നീ കഴിക്കണ്ട, എനിക്ക് പോടാ. അല്ലാണ്ട് അവിടെ ഊളത്തനം പറയാതെ. ഇങ്ങനെ ഒരു മഴവാര ഊളായിപ്പോയില്ലോടാ നീ. എടാ നീ ഒരു കാര്യം ചെയ്യണം. ഇനി എവിടെ നീ തിന്നാൻ പോയാലും കുറച്ച് പുളിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നീ ഒരു 4-5 കുപ്പിയിലായിട്ട് കൊണ്ടുപോകണം. എന്നിട്ട് നിനക്ക് അനുസരിച്ച് നീ ഇങ്ങനെ വാരി തൂറ്റി തിന്നണം. ഇങ്ങനെ ഒരു മൊണ്ണ നിനക്ക് വേണ്ടിയിട്ട് ഇനി സ്പെഷ്യലായിട്ട് അവർ വെച്ച് തരും. എരിവില്ല, അവന് ഉപ്പില്ല, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചു പറയാം. ഇത് കറക്റ്റ് ഒരു അസൂയ നിറഞ്ഞ ഈ കടത്തിണ്ണയിലിരുന്ന് കൊണയടിക്കുന്ന ഒരു കാട്ടുകഴിവേറിയുടെ സ്വഭാവമാണ് ഇവൻ കാണിക്കുന്നത്. നാട്ടുകാരിൽ ചില കടത്തിണ്ണയിലിരുന്ന് കൊണയടിക്കുന്ന കുറച്ചെറ്റകളുണ്ട്. അവന്മാർ അതേ ക്യാരക്ടറാണ് ഇവൻ പിടിക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൂര്യ, അവള് ദുബായില് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. പക്ഷേ നിനക്കൊക്കെ ഫ്രണ്ട്സും ഉണ്ടാടാ. അതിൻ്റെയൊക്കെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് നേരത്തേക്ക് ഇവൻ്റെ ഹോട്ടലിലെ വിഷയം വന്നപ്പോൾ. ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവൻ്റെയൊക്കെ കൂടെ ആൾക്കാരുണ്ട്, ഇവനൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഇവൻ്റെയൊക്കെ കൂടെ ഏതെങ്കിലും മനുഷ്യന്മാർ നിൽക്കുമോ ഇങ്ങനത്തെ മൊണ്ണകളോട്? പക്ഷേ ഫാറ്റുള്ള നിനക്ക് പിടിക്കുന്നില്ല, നീ കഴിക്കണ്ടാ, എനിക്ക് പോടാ. നീ അവിടെ കിണ്ടി എന്തോന്നിരിക്കും. നീ അതിനേക്കാൾ അടുക്കളയൊക്കെ ഉണ്ട്. എടാ നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാർ കാരണമാണ് ഇവിടെ ഓരോ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പോകുന്നത്. എടാ നീ ആ ഹോട്ടലിൽ കയറിയിട്ടും അവിടെ നിന്റെ കടയിൽ പുഴുവരിച്ചതുപോലെ പുഴുവരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞ് നീ പ്രതികരിച്ചാൽ അതിലൊരു അർത്ഥമുണ്ട്. എടാ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അവിടെ പോലെ നേരെ ഫുഡ് കൊടുക്കാൻ അറിഞ്ഞുകൂടാത്ത കാട്ടുമുണ്ണയായ നീയൊക്കെയാണോ പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? നിനക്കൊക്കെ ഉളുപ്പുണ്ടാടാ. മൃണാള് പോലെ വെറാള് കണ നല്ല അവസാനം നീ വന്നിരിക്കും. ദുബായിൽ പുറത്തൊക്കെ കിട്ടും, പക്ഷെ ഇങ്ങനെ ഒരു പുറത്ത് വളരെ നാടൻ ഫുഡ്. ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സാധനം ഇവന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഇവനെല്ലാം തികഞ്ഞവൻ പോലെയാണ്. സത്യം ഇവനെ പോലെ ഉള്ളവനൊക്കെ കണ്ട കല്ലെറിഞ്ഞ് ഇടണം അവിടെ കിടക്കട്ടെ. ഇവിടെ എല്ലാം കേരളത്തിലെല്ലാ ഹോട്ടലും പൊട്ടിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം നെഗറ്റീവ് റിവ്യൂ അടിച്ചടിച്ച് ഇവൻ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയിരിക്കുകയാണ്. എൻ്റെ ഒരു ബലമായ സംശയം ഇവനെ കുത്തിനെ പിടിച്ച് പുറത്താക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരുപക്ഷെ ഇവനെ അറിയാമായിരിക്കും അവർക്ക്. അവരെ കേരളത്തിലുണ്ടായിരുന്ന ഹോട്ടൽ വല്ലതും ഇവൻ പൊട്ടിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനും വല്ലതും ഇവനെ അറിയായിരിക്കും. ആ സ്റ്റാഫ് വല്ലതും ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ വർക്ക് ചെയ്തപ്പോൾ ഇവൻ കാരണം ആ ഹോട്ടൽ പൊട്ടിക്കാണ്. അങ്ങനെ ആയിരിക്കും ആ സ്റ്റാഫ് ഇനി കേരളത്തിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് കൂർഗിലോട്ട് പോയത്, കർണാടക. ഓക്കെ, അങ്ങോട്ട് പോയത്. ഇവൻ കെട്ടി കഴിഞ്ഞാൽ അവിടെയും പോയി അവിടെയും അടുത്ത് പൂട്ടാൻ ശ്രമിക്കുന്നു. ഇതുപോലത്തെ ഒരു കാട്ടുമൊന്ന്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സ്പൈസസ്. ഇന്നലെ വിരാജ് പേട്ടിൽ കഴിച്ച സാധനം എന്റെ മുമ്പില് ഇതുവരെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതുവരെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നു. someone came after 3 minutes. പറയടാ കുട്ടാ. ഒരു 19 വയസ്സുള്ള മനുഷ്യൻ കയറി വരുന്നു. വിത്തിൻ 2-3 minutes ഞങ്ങളെ പിടിച്ച് പുറത്താക്കും. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത്? ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇനി അവര് എടാ നിന്നെ കണ്ടിട്ട് മനസ്സിലായി ഈ കാട്ടുമുണ്ടല്ലേ, ഈ നാറികള് കേരളത്തിൽ പല ഹോട്ടലിനും കുറ്റം പറയുന്ന ഒരു വെടല. അതുകൊണ്ട് നീ കൊള്ളാന്ന് പറഞ്ഞാലും കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് പുറത്താക്കാന്ന് അവരും വിചാരിച്ചു. അതാണ് സത്യം. എന്തായാലും നിന്നെ ഒന്നും പറയാനില്ല. കഴിക്കാത്തത് കൊണ്ടാണോ അതോ വേറെ വല്ലതും ഞങ്ങൾ ചെയ്തുകൊണ്ടാണോ? ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിച്ച പോർക്കിന്റെ കാശ് കൊടുക്കാൻ നോക്കിയപ്പോ അങ്ങേര് പറഞ്ഞു എന്റെ കാലിൽ കിടക്കുന്ന ഷൂസിന്റെ ഒന്നും വില പോലും നിനക്കില്ലടാ, ഇറങ്ങിപ്പോടാം. അതൊക്കെ ഷൂസിനൊക്കെ വലിയ വിലയുള്ള കാലമാണ്. പക്ഷെ എന്തിനാ പുറത്താക്കിയേ? അവിടെ എന്താ നടന്നത്? നമ്മള് എന്തായാലും കടക്കാരന് ബിഗ് സല്യൂട്ട്. ഇവനെപ്പോലത്തെ ഒരു കാട്ടുകഴിവരെ അടിച്ച് പുറത്താക്കിയില്ല. അത് എന്നെ എനിക്ക് സന്തോഷം തന്ന ഒരു നിമിഷമായിരുന്നു. കേട്ടപ്പോൾ തന്നെ എനിക്കൊരു റൊമാൻറ്റിഫിക്കേഷനായി. കാരണം ഇവനെ പോലുള്ളവന്മാർ കാരണം ഇവിടെ മാന്യം മര്യാദയ്ക്ക് ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവൻ്റെ കൊണച്ച റിവ്യൂ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. കുറേ എണ്ണം അങ്ങോട്ട് ഇറങ്ങും, കുറേ എണ്ണം ഇങ്ങോട്ട് ഇറങ്ങും. നിനക്കൊക്കെ പിടിച്ചില്ലേ, നിനക്കൊക്കെ പിടിക്കണ്ടാ, തിന്നാതെ എനിക്ക് പോടാ. അല്ലാണ്ട് പിന്നെ എടാ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ഒരുമാതിരി അതിൻ്റെ അകത്ത് കുത്തി തെരുവിട്ട് ആ പീസ് കിളിച്ച് വെച്ചിട്ട് പറയും ഇതിൻ്റെ അകത്ത് കളർ പച്ചയാണ്, ഞാൻ വിചാരിച്ചതും ചുവപ്പായിരിക്കും, അതുകൊണ്ട് കൊള്ളൂല എന്നൊക്കെ പറയുന്ന സെറ്റപ്പില്ലേ. ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എത്ര കടയിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പോരാ, നമുക്കിനി ഇവിടെ വരണ്ട എന്ന് നമ്മൾ ഫ്രണ്ട് സർക്കിൾ പറഞ്ഞിട്ട് പോകും. പക്ഷെ അത് ചിലപ്പോൾ വേറൊരാൾക്ക് വരുന്ന കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. നമ്മളായിട്ട് എന്തിനാ അവരുടെ ഒരു ഹോട്ടൽ കൂട്ടിക്കുന്നത്? അവിടെ വൃത്തിയില്ല, മെനയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുഴുവരിച്ച് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാം. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഒരു കടയിലെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന അർത്ഥമല്ല. കാരണം ഓരോ സ്ഥലത്തുമ്പോൾ ടേസ്റ്റ് മാറും, കുക്കിംഗ് രീതി മാറും,
എന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ അവരെ ഒരുമാതിരി സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്ന ഈ പരിപാടി പാടില്ല. അതെൻ്റെ എനിക്ക് എത്തിക്സ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ആളെ വേണ്ടല്ലേ, ഇനി ഇവിടെ വന്നാൽ ഇവിടെ കഴിക്കേണ്ടാവുമ്പോൾ നമ്മളെ സർക്കിളിൽ പറഞ്ഞിട്ട് നമ്മൾ പോകും. അല്ലാണ്ട് അടുത്ത് ചുമ്മാ അവരെ വേറെ ആൾക്കാർക്ക് വന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഫുഡ് ഓർഡർ ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നെണ്ണ കണ്ണാടി വെച്ചാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്റെ കൂടെ നടന്ന അടിയുടെ ഷെയർ നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ള ഒരു നോക്കി തിരിച്ച് വീട്ടിൽ പോകുന്നതായിരിക്കും ബെറ്റർ. ഓർഡർ ചെയ്തത് ചോദിച്ചു, എന്താ പറയുന്നത്, ഒരാൾ ഇടിക്കാൻ വരുന്നവരെ ഓടി വന്നിട്ട് എന്താ ഓർഡർ ചിക്കൻ കറി ഉണ്ട്, അക്കി റൊട്ടി ഉണ്ട്, പിന്നെ എന്തെങ്കിലും പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. നന്നായിടാ, നിനക്കൊക്കെ അത്യാവശ്യമായിരുന്നു. എൻ്റെ പൊന്നെ അളിയന്മാരെ, നീയൊക്കെ ഇവൻ്റെ അടുത്തൊന്ന് മുങ്ങിക്കോ, അല്ലെങ്കിൽ നിനക്കൊക്കെയും കിട്ടും ഏതിൻ്റെ ഷെയർ, തെറി വിളിയുടെ ഷെയർ. അത് കിട്ടാതിരിക്കണമെങ്കിൽ ഉള്ള ഉയരും കൊണ്ട് ബാക്കി വീട്ടിൽ പോയി കവന്നടന്ന് ഉറങ്ങുന്നതായിരിക്കും നിനക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൊള്ളാം, ഇവൻ്റെയൊക്കെ കൂടെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇടിയുടെ ഷെയർ കിട്ടുന്നതല്ലാണ്ട് വേറെ വലിയ ഉപയോഗമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മൃണാളണ്ണ, നീ നിന്റെ കോണത്തിലെ കടയിൽ നോക്കി വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാണ്ട് നാട്ടുകാരുടെ കട ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നാട്ടുകാരെടുത്തിട്ട് നിന്നെ പഞ്ഞിക്കിടും. ചുമ്മാ നിന്റെ വാവളന്താ വർത്തമാനം പറയാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. നിനക്ക് മറ്റേ വാവിട്ട കോടാലി പോലെയാണ് നിന്റെ വർത്തമാനം. നിന്റെ വിചാരം നീ തന്നെയാണ് എല്ലാം, നീ എല്ലാം തികഞ്ഞവനാണ്. ആ ചിന്താഗതിയൊന്നും കൊണ്ട് ഇവിടെ നടക്കത്തില്ലടാ. നീ കുറേ പൈസ ഉണ്ടാക്കിക്കണം, പണ്ട് വ്ളോഗും കോണൊക്കെ ഇട്ട് നീ കുറേ പൈസ ഉണ്ടാക്കിക്കണം. അതിൻ്റെ നെകളിപ്പ് നിനക്കുണ്ട്, നിന്നെ 10 ആളറിയുന്നതിൻ്റെ നെകളിപ്പ് നിനക്കുണ്ട്. അതൊന്നും ഇവിടെ എത്തത്തില്ലടാ. ഫൈനലി നീയൊക്കെ ഇതുപോലെ ഇടിച്ച് പൊത്ത് താന്ന് എവിടെയെങ്കിലും ഇരിക്കും. അതിന് ബിഗ് എക്സാമ്പിൾ തന്നെയാണ് നീ. നീ തന്നെയാണ് എക്സാമ്പിൾ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇവൻ്റെ വിചാരം ഇവൻ മറ്റേ ഊവാണെന്ന്. എടാ നിന്റെ ഹോട്ടലിൽ പുഴു അടിച്ചല്ലോടാ, അതിനാദ്യം ഉത്തരം പറയടാ. അതിനൊന്നും ഗുണഗണാന്ന് വന്നിരുന്നു ഗുണഗണാന്ന് വെട്ടിയതല്ലാണ്ട് എന്തെങ്കിലും നീ പറഞ്ഞോ? അവിടെ ചായ ഗ്ലാസ്സിന് അപ്പുറത്തെ കടയിൽ ആരെങ്കിലും ചായ കുടിച്ചാൽ അതിന് ഇവൻ പൈസ വാങ്ങും. ആ സെറ്റപ്പാണ് അവിടുത്തെ രീതി. എന്നിട്ട് അവൻ കുണച്ച വർത്താനം പറയുന്നു, അവന് മറ്റേ അതിൽ ഇരിക്കണമെന്ന്. അയ്യോ എരി ഇല്ലെന്ന്, കുറച്ച് മുളകടി എടുത്ത് തട്ടറ, എന്നിട്ട് കുറേ അണ്ണാക്കിലും വരെ തട്ടിയിട്ട് തിന്നിരുന്നു, കമന്നിരുന്ന് കുഞ്ഞിരുന്ന് തിന്ന്. ഇവനെയൊക്കെ പോലുള്ളവന്മാരെ കാണുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ലാംഗ്വേജ് കൺട്രോൾ ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പെരുത്തിട്ട് കയറിയിട്ടാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ബൈ.